നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, നമ്മൾ തിരുവനന്തപുരം മുതൽ ആരംഭിച്ച ഇലക്ഷൻ ഹെറാൾഡിന്റെ യാത്ര ഇന്ന് എത്തിച്ചേരുന്നത് എറണാകുളം ജില്ലയിലേക്കാണ്. കേരളത്തിന്റെ മെട്രോ നഗരമായ കൊച്ചി അടങ്ങുന്ന ജില്ല, കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം, ഇൻഫോ പാർക്ക് അടക്കം IT വ്യവസായങ്ങളുടെ കേന്ദ്രം, തീരദേശവും മലയോരവും ഒക്കെ ഉൾപ്പെടുന്ന ജില്ല. ഇലക്ഷൻ ഹെറാൾഡ് ഇന്ന് പരിശോധിക്കുന്നത് എറണാകുളം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലെ 7 മണ്ഡലങ്ങളാണ്. നിലവിൽ ജില്ലയിലെ 9 മണ്ഡലങ്ങൾ UDF-നൊപ്പമാണ്. ഇക്കുറി 7 മണ്ഡലങ്ങളെങ്കിലും പിടിക്കണമെന്ന വാശിയിലാണ് ഇടതു സഖ്യം. തൃപ്പൂണിത്തറ, വൈപ്പിൻ, കളമശ്ശേരി, കൊച്ചി, എറണാകുളം, കോതമംഗലം, അങ്കമാലി എന്നീ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് വിലയിരുത്തുന്നത്. നമുക്കൊപ്പം ഇന്ന് ചേർന്നത് ന്യൂസ് എഡിറ്റർമാരായ ആസിഫ് മുഹമ്മദും ലിജോ വർഗീസുമാണ്. നമുക്ക് ഇരുവരെയും സ്വാഗതം ചെയ്യാം ഇലക്ഷൻ ഹെറാൾഡിലേക്ക്. ഇരുവർക്കും സ്വാഗതം ഇലക്ഷൻ ഹെറാൾഡിന്റെ ഈ അധ്യായത്തിലേക്ക്. ഒപ്പം പ്രിയ പ്രേക്ഷകരെ, നമുക്കിനി മണ്ഡലങ്ങളിലൂടെ പോകാം. ആദ്യം പോകുന്നത് തൃപ്പൂണിത്തറയിലേക്കാണ്. കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ള തൃപ്പൂണിത്തറ. അനാരോഗ്യം അലട്ടുന്ന നിലവിലെ MLA കെ ബാബു മാറി നിൽക്കുമ്പോൾ ആരാകും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നതിലടക്കം ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. 2016-ൽ M സ്വരാജിലൂടെ തൃപ്പൂണിത്തറ ജയിക്കാനായ LDF ഇത്തവണ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് കളത്തിലിറക്കാൻ ആലോചിക്കുന്നത്. അതേസമയം നഗരസഭ നേടിയ NDAയും വലിയ പ്രതീക്ഷയാണ് അവിടെ വെച്ചു പുലർത്തുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും വലിയ പോരാട്ടമായി കഴിയുകയാണ് തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ എന്നുള്ളതാണ്. ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയാണ് തൃപ്പൂണിത്തറയിൽ അങ്ങനെ നിലനിൽക്കുന്നത്. നമുക്ക് പോകാം ഡേറ്റകളുടെ വിശകലനത്തിലേക്ക്. ആദ്യം പോകുന്നത് 2021-ലേക്കാണ്. 2021-ൽ തൃപ്പൂണിത്തറയിൽ നിന്ന് കെ ബാബു വിജയിക്കുമ്പോൾ ലഭിച്ച വോട്ടുകൾ 65,875 വോട്ടുകളാണ്. 42.14%. M സ്വരാജ് രണ്ടാമതെത്തുമ്പോൾ 64,883 ആയിരുന്നു. 41.51%. KS രാധാകൃഷ്ണനായിരുന്നു BJP സ്ഥാനാർത്ഥി. 23,756 വോട്ടുകൾ, അതായത് 15.2%. ഭൂരിപക്ഷം പ്രത്യേകം ശ്രദ്ധിക്കണം, 992 എന്നുള്ളത് മാത്രമായിരുന്നു. അതായത് കുറഞ്ഞ ഭൂരിപക്ഷത്തോടെ മണ്ഡലം തിരിച്ചുപിടിക്കുന്ന കാഴ്ചയാണ് തൃപ്പൂണിത്തറയിൽ 2021-ൽ കണ്ടത്. ഇനി നമുക്ക് പോകാം 2024-ലെ കണക്കിലേക്ക്. 2024-ൽ ഹൈബിയുടെ ലഭിച്ചത് 69,661 വോട്ടുകൾ, 48.82%. KJ ഷൈൻ ടീച്ചർക്ക് അവിടെ രണ്ടാമതെത്തുമ്പോൾ 37,696 വോട്ടുകൾ, 26.41%. ഇനി മൂന്നാമത് KS രാധാകൃഷ്ണൻ എത്തുമ്പോൾ 27,951 വോട്ടുകൾ, അതായത് 19.58%. അവിടെ ലീഡ് വന്നത് 31,965 വോട്ടുകളുടേതായിരുന്നു. ഇനി നമുക്ക് പോകാം 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. തൃപ്പൂണിത്തറ മണ്ഡലത്തിന് കീഴിൽ വരുന്നത് 9 കോർപ്പറേഷൻ വാർഡുകളാണ്. അവിടെ UDF-ന് 1, LDF-ന് 8 എന്നുള്ളതാണ്. UDF-ന് ഇടക്കൊച്ചി സൗത്ത്, LDF-നൊപ്പം നിൽക്കുന്നത് കടയഭാഗം, തഴുപ്പ്, പള്ളുരുത്തി ഈസ്റ്റ്, ഇടക്കൊച്ചി നോർത്ത്, പെരുമ്പടപ്പ്, കോണം, പള്ളുരുത്തി, കച്ചേരിപ്പടി, നമ്പ്യാപുരം എന്നീ വാർഡുകളാണ് LDF-ന് ഒപ്പം നിൽക്കുന്നത്. ഇനി പോകുന്നത് തൃപ്പൂണിത്തറ മണ്ഡലത്തിന് കീഴിൽ 2 മുനിസിപ്പാലിറ്റികളുണ്ട്. നമ്മൾ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വളരെ സൂക്ഷ്മമായി കേരളം ഒട്ടാകെ ശ്രദ്ധിച്ച മുനിസിപ്പാലിറ്റികൾ കൂടിയാണത്. തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി വരുന്നത് NDA-ക്കൊപ്പമാണ്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടുത്തെ കക്ഷിനില പരിശോധിക്കുമ്പോൾ UDF-ന് 12, LDF-ന് 20, NDA-ക്ക് 21 എന്നുള്ളതാണ്. അതായത് ഒരു സീറ്റ് വ്യത്യാസത്തിൽ അവിടെ LDF-ന് ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇനി വരുന്നത് മരട് മുനിസിപ്പാലിറ്റിയാണ്. മരട് മുനിസിപ്പാലിറ്റി UDF-ന്റെ പക്കലാണ്. അവിടെ കക്ഷിനില വരുമ്പോൾ UDF-ന് 19, LDF-ന് 7, മറ്റുള്ളവർക്ക് 9 എന്നുള്ളതാണ്. 2020-ൽ UDF-നൊപ്പം തന്നെയായിരുന്നു. ഇനി നമുക്ക് പോകാം. 2 ഗ്രാമപഞ്ചായത്തുകളാണ് മണ്ഡലത്തിന് കീഴിലുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കുമ്പളം പഞ്ചായത്ത് UDF-നൊപ്പം നിൽക്കുന്നു. അതായത് കുമ്പളം, ഉദയംപേരൂരും UDF-നൊപ്പം നിൽക്കുന്നു. അവിടെ സമഗ്രാധിപത്യം, അതായത് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ സമഗ്രാധിപത്യം തന്നെ ഉണ്ടാകുന്നു. ഈ കുമ്പളത്ത് കക്ഷിനില നോക്കുകയാണെങ്കിൽ UDF-ന് 14, LDF-ന് 3, NDA-ക്ക് 1, മറ്റുള്ളവർക്ക് 1 എന്നുള്ളതാണ്. ഉദയംപേരൂരിൽ വരുമ്പോൾ UDF-ന് 13 ഉണ്ട്, LDF-ന് 8 ഉണ്ട്, NDA-ക്ക് 1, മറ്റുള്ളവർക്ക് 1 എന്നുള്ളതാണ് നില. ഇതാണ് നിലവിലത്തെ തൃപ്പൂണിത്തറയിലെ സാഹചര്യം. പക്ഷേ ഇപ്പോഴത്തെ നിലവിലത്തെ MLA എന്നാണെങ്കിലും മത്സരിക്കില്ല എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. ആ രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ ചർച്ച നടത്തുന്നത്. ഇനി തൃപ്പൂണിത്തറയിലെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ മാറാം, അതായത് അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ പോര് തെളിയുന്ന സാഹചര്യമാണുള്ളത്. ആസിഫ് മുഹമ്മദും ലിജോ വർഗീസുമുണ്ട്. ആദ്യം ആസിഫിലേക്കാണ്. ആസിഫ്, ഞാൻ ഈ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ ത്രികോണ പോരാട്ടം നടക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഏത് തരത്തിൽ പോകാനാണ് സാധ്യത? നിലവിലുള്ള ഒരു മണ്ഡലത്തിന്റെ സാഹചര്യത്തെ ഒന്ന് വിലയിരുത്തി വരുമ്പോൾ തീ പാറുകയില്ലേ ഇത്തവണ തൃപ്പൂണിത്തറയിൽ നിന്നും?
തീർച്ചയായും ഇത്തവണ നമുക്ക് എന്തായാലും കെ ബാബു UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും UDF സ്ഥാനാർത്ഥി എന്നുള്ളത് നിർണായകമാണ്. അതോടൊപ്പം തന്നെ LDF ആരെ ഇറക്കും എന്നുള്ളതും വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം 91 മുതൽ കെ ബാബു വിജയിച്ചു വന്ന മത്സരമാണ്, വിജയിച്ചു വന്ന മണ്ഡലമാണ്. 2011 വരെ അതിലൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. 2011 കെ ബാബുവിന് അടിപതർന്നത് തന്നെ നമുക്കറിയാം. ബാർക്കോഴ വിവാദം കേരളത്തിൽ കത്തി നിൽക്കുന്നു. അതിൽ കെ ബാബു വലിയ ആരോപണ വിധേയനാകുന്നു. അങ്ങനെയാണ് കെ ബാബുവിന് ആ മണ്ഡലത്തിൽ ആദ്യമായി അടിപതർന്നത് നമ്മൾ കണ്ടത്. പക്ഷേ അന്ന് M സ്വരാജ് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നു. പക്ഷേ രണ്ടാം തവണ സ്വരാജ് മത്സരത്തിന് ഇറങ്ങിയെങ്കിൽ പോലും കെ ബാബു മണ്ഡലം തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു UDF അനുകൂല മണ്ഡലം എന്ന് പറയാൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയാണ്. കാരണം കെ ബാബുവിലൂടെ UDFിലേക്ക് കൃത്യമായി എത്തിയൊരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. പക്ഷേ BJPയുടെ ഒരു സാന്നിധ്യം അവിടെ വളരെ പ്രധാനപ്പെട്ടായി നമ്മൾ കാണിക്കുന്നുണ്ട്. കാരണം ഘട്ടം ഘട്ടമായി വോട്ടുകളുടെ ശതമാനം വലിയ രീതിയിൽ BJP ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ 15% വോട്ട് BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി തന്നെ NDA പിടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അവരുടെ വോട്ട് ശതമാനം അവിടെയും തദ്ദേശ തിരഞ്ഞെടുപ്പിലും കൂടിയൊരു മണ്ഡലമാണ് ഇത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തീവാർന്ന പോരാട്ടം നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. പക്ഷേ സ്ഥാനാർത്ഥി ആര് എന്നുള്ളൊരു ചോദ്യം വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം കെ ബാബു മാറ്റി നിർത്തിയാൽ ആര് വരുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണുള്ളത്. പക്ഷേ രമേശ് പിഷാരടി അടക്കമുള്ള പേരുകൾ ഉയർന്നു കാണുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി അവിടെ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. M ലിജു ഇങ്ങോട്ട് എത്തുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ M ലിജുവിന് മണ്ഡലം മാറി മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം തന്നെ അറിയിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDFിനെ സംബന്ധിച്ചിടത്തോളം കെ ബാബുവിന് പകരം ആര് വരുന്നു എന്നുള്ളത് നിർണായകമായിരിക്കും അവരുടെ മത്സരത്തിൽ എന്നുള്ളത്. CPMനെ സംബന്ധിച്ചിടത്തോളം CPM കണക്ക് കൂട്ടുന്നത് മുൻ കൊച്ചി മേയറായ അനിൽകുമാറിനെ തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കാനുള്ള ആലോചനകൾ CPMന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മികച്ച സ്ഥാനാർത്ഥി എന്ന് തന്നെ നമുക്ക് തൃപ്പൂണിത്തുറയിൽ അനിൽകുമാറിനെ പറയാൻ കഴിയും. കാരണം മികച്ച ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലമായിരിക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ അവരുടെ വോട്ടുകൾ നിലനിർത്താൻ കഴിയുന്ന, വർദ്ധിപ്പിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഒരു വലിയ ഫൈറ്റ് കൊടുക്കാൻ കഴിയുമെന്ന് സ്വാഭാവികമായും BJPയും കരുതുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ നല്ല രീതിയിൽ മധ്യകേരളത്തിൽ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃപ്പൂണിത്തുറ. നമ്മൾ പൊതുവേ എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത്തവണ തൃപ്പൂണിത്തുറയിൽ കൃത്യമായൊരു ത്രികോണ പോരാട്ടം തന്നെ നടക്കുമെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയും. ലിജോ, ഇപ്പോൾ ആസിഫ് ചൂണ്ടിക്കാണിച്ച പല ഘടകങ്ങളുമുണ്ട്. അതിനൊപ്പം ചേർത്ത് വെക്കുന്നത് NDAയുടെ ചില കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. അതായത് മേജർ രവി അടക്കമുള്ള ചില സെലിബ്രിറ്റികളെ കൂടി അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകൾ കൂടി നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല LDFന് അവിടെ 2021-ലും 2025-ലും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരു നേരിയ വോട്ട് വ്യത്യാസം മാത്രമാണ് UDFുമായിട്ടുള്ളത്. അതൊരിക്കലും മറികടക്കാൻ പറ്റാത്ത വിധ സാഹചര്യമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ ജയിച്ച് വന്നാൽ പോലും ഒരു നേരിയ എഡ്ജ്, അതായത് കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു നേരിയ എഡ്ജ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ അതിനകത്തൊരു ഈ പോരാട്ടത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ? സംഗീത, ഇതിൽ എറണാകുളം ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ അത് മലനാടും ഇടനാടും തീരദേശവും ചേർന്ന ഒരു ജില്ലയാണ്. പലതരത്തിലുള്ള സാംസ്കാരിക കൈമാറ്റങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക ഭൂമിക എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ജാതി സമവാക്യങ്ങൾ അങ്ങനെ മാറിയിട്ടൊക്കെ ഉള്ള ഒരു ജില്ലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞാൽ നേരത്തെ ആസിഫ് പറഞ്ഞതുപോലെ തന്നെ ഈഴവ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ നഗരം എന്ന് പറയുന്നത് ഒരു അവിടെയുള്ള പൂർണ്ണത്രയേശ ക്ഷേത്രവും അതുമായി ചുറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അവിടെ വേറെ സെപ്പറേറ്റ് തന്നെ ആയിട്ടുണ്ട്. അതൊരു പ്രത്യേക മേഖലയായി തന്നെ BJPക്ക് വലിയ തരത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള തൃപ്പൂണിത്തുറ നഗരം എന്നത് ആ തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ BJPക്ക് സ്വാധീനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പം ഉദയംപേരൂർ എന്ന് പറയുന്നത് കാലാകാലങ്ങളായി CPMനൊപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ടുള്ള മേഖലയാണ്. പക്ഷേ ഇത്തവണ അവിടെ CPMന് അടിപതർന്നത്. അവിടെ 8 സീറ്റാണ് ഇത്തവണ ഉള്ളത്. പഞ്ചായത്തിൽ 13, ഞാൻ മനസ്സിലാക്കുന്ന 13 സീറ്റുകളാണ് UDFിനുള്ളത്. അങ്ങനെ അവിടെയും ഒരു ഭരണത്തിൽ മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവിടെ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ UDFിന് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നീട് മരടിലേക്ക് വരുമ്പോൾ അവിടെ UDFിന് വലിയ ആധിപത്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ്. അങ്ങനെ UDFിനെ സംബന്ധിച്ച് കെ ബാബു കഴിഞ്ഞ ഏതാണ്ട് 2016 വരെയുള്ള 25 വർഷവും അതിനുശേഷമുള്ള 5 വർഷം M സ്വരാജും വീണ്ടും 2021-ൽ കെ ബാബു എന്നിങ്ങനെ ഏതാണ്ട് 30 വർഷത്തോളം കെ ബാബു എന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന അല്ലെ മണ്ഡലമാണ് ഈ തൃപ്പൂണിത്തുറ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആ തരത്തിലായിരിക്കും ഈ തവണയും ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ആ തരത്തിലായിരിക്കും എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. മറ്റൊന്ന് 2021 എന്ന് പറയുന്നത് ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ അല്ലെങ്കിൽ LDF രണ്ടാമത് അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ള വളരെ സവിശേഷമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന എം സ്വരാജ് ഇവിടെ മത്സരിച്ച് വളരെ ചെറിയ വോട്ടിന് പരാജയപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയാനുള്ള സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് BJPയെ സംബന്ധിച്ച് BJPക്ക് നഗരമേഖലയിലുള്ള സ്വാധീനം വളരെ വലുതാണ്. അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തും എന്നതൊരു മേജർ രവിയെ പോലെ ഒരാൾ വരുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണെങ്കിൽ പോലും അവിടെ നഗരമേഖലയിൽ പ്രത്യേകിച്ച് തൃപ്പൂണിത്തറ നഗരസഭയുമായി മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് നിൽക്കുന്ന മേഖലയിൽ വളരെ സ്വാധീനമുണ്ടാക്കാൻ BJPക്ക് കഴിയും. അത് ആരുടെ വോട്ടായിരിക്കും പിടിക്കുക എന്നുള്ളതാണ്. ആ നഗരമേഖലയിൽ സ്വാഭാവികമായും കഴിഞ്ഞ കുറേ കാലങ്ങളായി വളരെ സ്വാധീനമുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുന്നണി എന്ന് പറയുന്നത് ഇടതു മുന്നണിയാണ്. ഇത്തവണ 20 സീറ്റാണുള്ളത്, 21 സീറ്റാണ് BJPക്കുള്ളത്. അവിടെ UDF കുറേ കൂടെ പിന്നോട്ട് പോയത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ എങ്ങനെയാണ് കേന്ദ്രീകരിക്കപ്പെടുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിൽ പ്രത്യേകിച്ച് ഈ നഗരമേഖലയിൽ UDFന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റു മേഖല പ്രത്യേകിച്ച് ഉദയംപേരൂരും മരടും അടക്കമുള്ള മേഖലകളിൽ കുറേ കൂടി ശക്തമായ നേട്ടമുണ്ടാക്കാൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ഏതായാലും ഇവിടെ UDFന് കഴിഞ്ഞിട്ടുണ്ട്. UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അതുകൊണ്ട് തന്നെ ആ സിറ്റിംഗ് സീറ്റിൽ അവിടെ വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ M ലിജുവോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി രാജു പി നായരുടെ പേര് അവിടെ കേൾക്കുന്നുണ്ട്, രമേശ് പിഷാരടിയുടെ പേര് കേൾക്കുന്നുണ്ട്, സൗമിനി ജെയിനിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ മണ്ഡലത്തിലേക്ക് തന്നെയുള്ള പിടിവലി പോലും ആ തരത്തിലുണ്ട്. അത് വിജയിച്ച് കയറാൻ UDFന് കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. ഒപ്പം LDF ആരെ നിർത്തും എന്നുള്ളതും വളരെ സവിശേഷമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം അവിടെ ഒരു ത്രികോണ പോരാട്ടം എന്ന് പറയുന്നതിനപ്പുറം ഒരു LDF UDF മത്സരത്തിനായിരിക്കും കൂടുതൽ സാധ്യത. അവിടെ പക്ഷേ BJP വലിയ വോട്ട് പിടിക്കുന്നത് ആരെ തുണയ്ക്കും എന്നുള്ളതായിരിക്കും തൃപ്പൂണിത്തറയെ സംബന്ധിച്ചുള്ള ചോദ്യമായി വരിക. തീർച്ചയായും അങ്ങനെ തന്നെ ഒരു വിശകലനത്തിലേക്ക് വരികയാണ് തൃപ്പൂണിത്തറയിലെ കാര്യം. ഇനി നമുക്ക് പോകേണ്ടത് വൈപ്പിനിലേക്കാണ്. വൈപ്പിൻ മണ്ഡലം രൂപീകരിച്ച് 2008 ശേഷം CPM സ്ഥാനാർത്ഥികൾ മാത്രമേ നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളൂ. 2011 2016 മുൻ മന്ത്രി S ശർമ്മയിലൂടെയാണ് മണ്ഡലം CPM പിടിച്ചത്. എന്നാൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8-ൽ 6 പഞ്ചായത്തും UDFനൊപ്പമാണ്. വഖഫ് ഭൂമി പ്രശ്നം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായേക്കും. നമുക്ക് പോകാം 2021 കണക്കിലേക്ക്. 2021 KN ഉണ്ണികൃഷ്ണൻ അവിടുന്ന് വിജയിച്ചു കയറുമ്പോൾ 53,858 വോട്ടുകളാണ് ലഭിച്ചത്. 41.24% ദീപക് ജോയി രണ്ടാം സ്ഥാനത്ത് വരുമ്പോൾ 45,657 വോട്ടുകൾ, അതായത് 34.96%. ജോബ് ചക്കാലക്കൽ 2020 മത്സരാർത്ഥിയായിരുന്നു. 16,707 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. 12.79%. ഭൂരിപക്ഷം 8,201 വോട്ടുകളുടേതായിരുന്നു. ഇനി പോകാം 2024 അവിടെ എറണാകുളത്ത് മണ്ഡലത്തിൽ നിന്നും ഹൈബി ഈഡന് ലഭിച്ചത് 63,996 വോട്ടുകളായിരുന്നു. 53.55% അവിടെ KJ ഷൈൻ ടീച്ചർ രണ്ടാമതെത്തുമ്പോൾ 34,128 വോട്ടുകൾ, 28.56%. KS രാധാകൃഷ്ണൻ ലഭിച്ചത് 15,145 വോട്ടുകൾ, 12.67%. ലീഡ് വന്നത് 29,868 വോട്ടുകളുടേതായിരുന്നു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ UDFന് അവിടെ 6, LDFനൊപ്പം 2 എന്നുള്ളതാണ് കണക്ക്. ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ എളങ്കുന്നപ്പുഴ, കുഴുപ്പള്ളി, നായരമ്പലം, ഞാറയ്ക്കൽ, കടമക്കുടി, മുളവുകാട് എന്നീ പഞ്ചായത്തുകളാണ് UDF ഭരിക്കുന്നത്. LDF ഭരിക്കുന്നവ എടവനക്കാടും പള്ളിപ്പുറവുമാണ്. അതായത് ഇതിൽ 3 പഞ്ചായത്തുകൾ LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തിട്ടുണ്ട്. എടവനക്കാട് UDFിൽ നിന്ന് LDFും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് വൈപ്പിനിലെ നിലവിലുള്ള സാഹചര്യം. കണക്കുകളിൽ അവിടെ UDFന് മുന്നേറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഏത് രീതിക്ക് മാറാം എന്നുള്ളതാണ് അവശേഷിക്കുന്ന ചോദ്യം. ആസിഫിനോട് ചോദിക്കാം. ആസിഫെ, ഇതിപ്പോൾ 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം വേണമെങ്കിൽ ഒരു അട്ടിമറിക്ക് സാധ്യത തെളിയുന്ന കണക്കുകളാണ് അവിടെ ഉള്ളത്. പക്ഷേ നിലവിലത്തെ MLAയുടെ ഒരു വ്യക്തിപ്രഭാവം എന്നുള്ളതിനെ കാണാതെ പോകാൻ കഴിയുകയില്ല താനും. ഏത് രീതിയിൽ മാറിയേക്കും വൈപ്പിൻ? വൈപ്പിൻ ഒരു സവിശേഷമായ ഒരു മണ്ഡലമാണ് ഇത്തവണ. അത് വൈപ്പിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും മുനമ്പം വിഷയം വലിയ സജീവമായ ചർച്ചയായ ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് വൈപ്പിൻ ശ്രദ്ധയുള്ള കൊടുക്കുന്നൊരു മണ്ഡലമാണ്. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെ BJP കണക്കുകൂട്ടിയെങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതെ പോയ മണ്ഡലമാണ്. UDF പലയിടത്തും വലിയ മേൽക്കൈ നേടിയ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ ഒരു 4 നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് LDFന് മെച്ചപ്പെട്ട ഒരു നിലനിർത്താൻ കഴിയുന്ന മണ്ഡലമാണ്. S ശർമ്മ 2
തവണ MLA ആയ മണ്ഡലമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറേ 4 തവണത്തെ കണക്കെടുത്താൽ അത് സ്വാഭാവികമായിട്ടും LDF-ന് ഒപ്പം നിൽക്കുന്ന മണ്ഡലമാണെങ്കിൽ പോലും ഏത് സമയവും UDF-ന് കടന്നു കയറാൻ കഴിയുന്ന ഒരു മണ്ഡലമായി തന്നെ നമുക്ക് വൈപ്പിനെ വിലയിരുത്തേണ്ടി വരും. കാരണം വൈപ്പിൻ എന്ന് പറയുന്ന മണ്ഡലം നമുക്കൊരു നിലവിൽ CPM-ൻ്റെ ഉറച്ച മണ്ഡലം എന്ന് പറയുമ്പോഴും തദ്ദേശ ഫലത്തിൽ UDF-ന് മേൽക്കൈയുണ്ട്. അതോടൊപ്പം തന്നെ UDF-നെ അങ്ങനെ പൂർണ്ണമായും കൈവിടുന്ന മണ്ഡലമായി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ UDF-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വൈപ്പിൻ മണ്ഡലത്തിൽ അവർക്കൊരു നല്ല സ്ഥാനാർത്ഥിയെ അവിടെ കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ തവണ ദീപക് ജോയി ആയിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ ദീപക് ജോയി ആയിരുന്നു സ്ഥാനാർത്ഥിയായി വന്നത്. ആ ദീപക് ജോയി ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേഷനിൽ മത്സരിച്ച് വിജയിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ ദീപക് ജോയി സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത വളരെ കുറവായിട്ട് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഒരു ഭേദപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞാൽ വൈപ്പിൻ എന്ന് പറയുന്ന മണ്ഡലം UDF-ന് കൈപിടിയിൽ അകലെയല്ല. പക്ഷേ വേറൊരു പ്രധാനപ്പെട്ട ഒരു നീക്കം UDF-ൻ്റെ ക്യാമ്പിൽ നിന്ന് നടക്കുന്നത് മുനമ്പം സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളുമായി ചർച്ച നടത്തുന്നുണ്ട്. അവരിൽ നിന്നുള്ള ഒരാളെ സ്വാഭാവികമായും UDF സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനുള്ള ഒരു നീക്കം UDF-ൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു നീക്കം അത് UDF-നെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി മാറും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെയുള്ള ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ നിലവിലെ MLA അത് വലിയ ജനകീയനാണ്. അടുത്തയിടങ്ങളിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ നമുക്ക് അറിയാം. ആ വിവാദങ്ങളുടെ സമയത്ത് അതിനോട് കേരളീയ സമൂഹം എങ്ങനെയാണ് പ്രതികരിച്ചതെന്നറിയാം. അങ്ങനെ അനാവശ്യമായ വിവാദത്തിലേക്ക് വലിച്ചിട്ടപ്പോൾ പോലും അദ്ദേഹം അടക്കമുള്ളവർ പ്രതികരിച്ച രീതിയടക്കം വലിയ രീതിയിൽ അന്ന് പ്രശംസനീയമായതാണ്. അങ്ങനെ വലിയ രാഷ്ട്രീയ ചർച്ചകൾ എപ്പോഴും നടക്കുന്ന മണ്ഡലമാണ്. അത് CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പോലും ഒരു കാലത്ത് വിഭാഗീത കാലത്തൊക്കെ വലിയ ചർച്ചകൾ നടന്ന മണ്ഡലമാണ്. എങ്കിൽ പോലും കഴിഞ്ഞ തവണ ശർമ്മ മാറി അടുത്തയാൾ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ പോലും ഉണ്ണികൃഷ്ണൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ പോലും മണ്ഡലം പൂർണ്ണമായും LDF-നൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത്. BJP-ക്ക് വലിയ കാര്യമായ സ്വാധീനം ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മുൻപൊക്കെ വലിയ ചർച്ചയായെങ്കിൽ പോലും അത് അവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യേണ്ടിയിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. പക്ഷേ വൈപ്പിനിൽ അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻപത്തടക്കം അവർക്ക് കാര്യമായ ഒരു ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ശക്തമായ LDF-UDF പോരാട്ടം തന്നെയായിരിക്കും നടത്തുക. ആ സമയത്ത് UDF-ൻ്റെ ക്യാമ്പ് അത് മുനമ്പ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനുള്ള ചർച്ചകൾ അത് വിജയത്തിലെത്തുകയും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് നിർത്താൻ UDF-ൻ്റെ ക്യാമ്പിന് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ശക്തമായുള്ള പോരാട്ടം സമ്മാനിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ലിജോയ്ക്ക് എന്താണ് ഇക്കാര്യത്തിൽ തോന്നുന്നത്? ഇപ്പോൾ ആസിഫ് മുന്നോട്ട് വെച്ച നിരവധി കാര്യങ്ങളുണ്ട്. അതിലിപ്പോൾ ഈ പറഞ്ഞ മുനമ്പവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിലവിൽ അവിടെ കണക്കുകളിൽ തന്നെ UDF-ന് അവിടെ മുന്നേറ്റം ഉണ്ട്, അത് നമുക്ക് നിഷേധിക്കാനാവില്ല. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യം കൂടി മുൻനിർത്തുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ളൊരു പോരാട്ടത്തിലേക്ക് കടക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആ പോരാട്ടം എങ്ങനെ മാറാനാണ് സാധ്യതയെന്നാണ് ലിജോ വിലയിരുത്തുന്നത്. സംഗീത, നമ്മൾ തൃപ്പൂണിത്തറയിൽ നിന്ന് വൈപ്പിനിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി മറ്റൊരു ജാതി സമവാക്യങ്ങളുള്ള ഒരു മണ്ഡലമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം ജാതി സമവാക്യങ്ങളും മതസാമുദായികമായിട്ടുള്ള ഇക്വേഷനും എല്ലാം ചേർത്തുകൊണ്ട് തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ഓരോ മണ്ഡലങ്ങളിലെയും വിജയത്തെയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെയും ഒക്കെ സ്വാധീനിക്കുകയും ആളുകളുടെ താല്പര്യങ്ങളെയും അഭിപ്രായങ്ങളെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിവുള്ള പല ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് വൈപ്പിൻ ഒരു തീരദേശ മേഖലയാണ്. അവിടെ ക്രിസ്ത്യൻ സമൂഹത്തിന് പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക് വലിയ തോതിൽ സ്വാധീനമുള്ള മേഖലയാണ്. അതോടൊപ്പം തന്നെ അല്ലാതെയുള്ള ഈഴവ കമ്മ്യൂണിറ്റി അടക്കം ആളുകളെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് സഭയ്ക്ക് വളരെ നിർണായകമായ സ്വാധീനമുണ്ട്. അത് എറണാകുളം ജില്ലയിൽ ഉടനീളം ആ സ്വാധീനം നിലനിർത്താൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. ലാറ്റിൻ LC എന്ന് പറയുന്ന അല്ലെങ്കിൽ ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിന് അത്തരത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്നത് നേരത്തെ പറഞ്ഞ പോലെ ഡൊമിനിക് പ്രസന്റേഷൻ്റെ പേരുണ്ട്. മുൻ മേയറായിട്ടുള്ള ടോണി ചെമ്മനിയുടെ പേര് അവിടെ വളരെ സജീവമായിട്ട് പറയുന്നുണ്ട്. ഷാരോൺ പനക്കലിൻ്റെ പേര് സജീവമായി പറയുന്നുണ്ട്. അങ്ങനെ ആസിഫ് നേരത്തെ പറഞ്ഞതുപോലെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു പഴയ പടക്കുതിര എന്ന നിലയ്ക്കൊക്കെ നമുക്ക് പറയാവുന്ന ആളാണ് ഇപ്പോൾ അവിടെ വരാൻ പോകുന്നതെങ്കിൽ അങ്ങനെയൊക്കെ ടോണി ചമ്മണിയെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ അജയ് തറയിലെ പോലുള്ള ഒരാളൊക്കെയാണ് അവിടെ വരാൻ പോകുന്നതെങ്കിൽ ഏത് തരത്തിലായിരിക്കും മത്സരമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിനപ്പുറം ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്സ് കൃത്യമായി UDF അവിടെ എടുക്കുകയാണെങ്കിൽ അവിടെ UDF-ന് വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള
എന്നുള്ളതാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് പക്ഷേ അത് LDF-നെ സംബന്ധിച്ച് അത്ര ആശാവഹമല്ല. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു MLA എന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ, മണ്ഡലത്തിലുണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യും. അതിൽ തന്നെ ഏറ്റവും പ്രധാനം, ഞാൻ നേരത്തെ മതസാമുദായിക വിഷയം എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് മുനമ്പ് വിഷയമാണ്, മറ്റൊന്ന് JB കമ്മീഷൻ റിപ്പോർട്ടാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ സഭയ്ക്ക് വലിയ തരത്തിൽ എതിർപ്പ് LDF-നോടുണ്ട്, ഇപ്പോഴത്തെ സർക്കാരിനോടുണ്ട്. അത് സ്വാഭാവികമായും സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്ന് തീരദേശ മേഖലയിലെ കടൽശോഷണവും അല്ലെങ്കിൽ കടലാക്രമണവുമായി ബന്ധപ്പെട്ട വലിയ വിഷയമാണ്. അതിൽ ടെട്രാപോഡ് ഇഷ്യൂ അവിടെ പല മേഖലകളിലും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ വളരെ സജീവമായി ഉണ്ടാകുന്ന മേഖലയാണ്. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷത്തിന് വളരെ ശക്തമായ വേരുകളുള്ള അല്ലെങ്കിൽ അടിത്തട്ടിൽ വളരെ ശക്തമായ സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണത്. അവിടെ മുളവുകാട് പോലുള്ള മേഖല, അത്തരം പ്രദേശങ്ങളിലെല്ലാം വളരെ സജീവമായി ഇപ്പോഴും ഇടതുപക്ഷത്തിന് CPM-ന് സവിശേഷ സാഹചര്യത്തിൽ CPM-ന് അവിടെ വളരെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അടിത്തട്ടിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള കെൽപ്പുള്ള ഒരു സംവിധാനമാണ് അവിടുത്തെ ഇടതുപക്ഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ സ്വാഭാവികമായി സ്വാധീനിക്കും. BJP-ക്ക് കാര്യമായ ഇടപെടൽ വൈപ്പിനിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഒരു UDF LDF ഫൈറ്റ് എന്ന നിലയിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ കേരളത്തിൽ അത്തരത്തിലൊരു ഫൈറ്റ് എന്ന നിലയിൽ മാറിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം അത് UDF LDF എന്ന നിലയ്ക്ക് തന്നെയാണ് ആ ചർച്ചകൾ ഉണ്ടാവുക. ചിലയിടങ്ങളിൽ UDF-ന് കുറേ കൂടി മേൽക്കൈ ഉണ്ട് എന്ന് പറയാവുന്ന മണ്ഡലങ്ങൾ, മറ്റു മണ്ഡലങ്ങൾ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫൈറ്റ് ആ നിലയിലായിരിക്കും പോവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതോടൊപ്പം തന്നെ ജനകീയ പ്രശ്നങ്ങൾ അത് അതീവ തരത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും വൈപ്പിനിൽ എന്നുള്ളതാണ്. നമുക്കിനി പോകേണ്ടത് കളമശ്ശേരിയിലേക്കാണ്. 2008-ൽ രൂപീകൃതമായ മണ്ഡലമാണ് കളമശ്ശേരി. ആദ്യ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ജയം UDF-ന്റെ ഭാഗമായി മത്സരിച്ച മുസ്ലിം ലീഗിനായിരുന്നു. പാലാരിവട്ടം പാലം അഴിമതി കേസിൽപ്പെട്ട VK ഇബ്രാഹിം കുഞ്ഞ് കഴിഞ്ഞ തവണ മത്സരിച്ചില്ല. പകരം മകനാണ് സ്ഥാനാർത്ഥിയായി എത്തിയത്. എതിരാളിയായി എത്തിയത് CPM-ന്റെ കരുത്തനായ P രാജീവും. അതോടെ ജയം ഇടതുപാളയത്തിനൊപ്പമായി. ഇത്തവണ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം പ്രാദേശിക തലത്തിൽ ഉയരുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യതകൾ കുറവാണ്. ഇനി നമുക്ക് പോകാം ആ രാഷ്ട്രീയ മണ്ഡലത്തിലെ ചർച്ചകൾ ഏത് വിധേനയാണെന്ന്. നമുക്ക് കണക്കുകൾ ആദ്യം പരിശോധിക്കുമ്പോൾ 2021-ൽ P രാജീവ് ജയിച്ചു കയറുമ്പോൾ 77,141 വോട്ടുകളാണ് നേടിയത്. 49.49%. V അബ്ദുൽ ഗഫൂർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ 61,805 വോട്ടുകളാണ് നേടിയത്. 39.65% PS ജയരാജ് BDJസിന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 11,179 വോട്ടുകൾ, 7.17% മാത്രം. ഭൂരിപക്ഷം വന്നത് 15,336 വോട്ടുകളായിരുന്നു. ഇനി പോകുന്നത് 2024-ലെ കണക്കിലേക്കാണ്. 2024-ൽ ഹൈബീഡിന് ലഭിച്ചത് 76,227 വോട്ടുകൾ, 53.35%. KJ ഷൈൻ ടീച്ചർക്ക് ലഭിച്ചത് 37,780 വോട്ടുകൾ, 26.44%. KS രാധാകൃഷ്ണൻ ലഭിച്ചത് 21,144, അതായത് 14.79%. ലീഡ് വന്നത് 38,447 വോട്ടുകളായിരുന്നു. ഇനി തദ്ദേശ ചിത്രത്തിലേക്ക് വരുമ്പോൾ 2025-ൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റി UDF-നൊപ്പം നിൽക്കുന്നു. കക്ഷിനില നോക്കുമ്പോൾ UDF-ന് അവിടെ 28, LDF-ന് 11, NDA-ക്ക് 1, മറ്റുള്ളവർക്ക് 6 എന്നുള്ളതാണ്. 2020-ലും UDF-നൊപ്പം തന്നെയായിരുന്നു. ഏലൂർ മുനിസിപ്പാലിറ്റിയാണ് അടുത്തതായുള്ളത്. അത് LDF-നൊപ്പമാണ് ഏലൂർ മുനിസിപ്പാലിറ്റി. കക്ഷിനില UDF-ന് 11, LDF-ന് 7, NDA-ക്ക് 5, മറ്റുള്ളവർക്ക് 9 എന്നുള്ളതാണ്. 2020-ലും LDF-നൊപ്പം തന്നെ ഭദ്രമായിരുന്നു ഏലൂർ മുനിസിപ്പാലിറ്റി. ഇനി പോകാം അടുത്തത് പഞ്ചായത്തുകളിലേക്ക്. അവിടെ പഞ്ചായത്തുകളിൽ UDF-ന് സമഗ്രാധിപത്യമാണ്. നോക്കുമ്പോൾ UDF-ന് 4, LDF-ന് അവിടെ ഒരു പഞ്ചായത്ത് പോലും ലഭിച്ചിട്ടില്ല. ഏതൊക്കെയാണ് പഞ്ചായത്ത് എന്ന് നോക്കിയാൽ ആലങ്ങാട്, കടങ്ങല്ലൂർ, കരുമാലൂർ, കുന്നുകര എന്നീ പഞ്ചായത്തുകളാണ് UDF-നൊപ്പം നിൽക്കുന്നത്. തദ്ദേശ കണക്കിലും ലോക്സഭാ ചിത്രത്തിലുമൊക്കെ വരുമ്പോൾ അവിടെ UDF-നൊരു ആധിപത്യമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കണക്കുകളാണ്. 2024-25-ലെ കണക്ക്. പക്ഷേ അവിടെ നിൽക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള MLA എന്ന് പറയുന്നത് മന്ത്രി P രാജീവാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഏകദേശ ചിത്രത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുമുണ്ട്. നമുക്ക് ചോദിക്കാം ആസിഫിനോട്. ആസിഫ, ഞാൻ ഈ പറഞ്ഞു പോലെ കണക്കുകളിലുള്ളത് UDF-ന്റെ ആധിപത്യമുണ്ട്, അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ മന്ത്രി P രാജീവ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം എന്നുള്ളതൊക്കെ അവിടെ വലിയ ഘടകമായിട്ട് നിൽക്കുമ്പോൾ
എങ്ങനെ മാറും കളമശ്ശേരി? ഏതൊക്കെ ഘടകങ്ങൾ അനുകൂലമായി വരും ഓരോരുത്തർക്ക്? തീർച്ചയായും തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിന് എങ്ങനെയാണോ കഴിഞ്ഞ മുമ്പത്തെ തവണ വലിയ തിരിച്ചടിയുണ്ടായത്, അതുപോലെയാണ് കഴിഞ്ഞ തവണ ഇബ്രാഹിം കുഞ്ഞിന് വലിയ തിരിച്ചടി ഉണ്ടായ ഒരു മണ്ഡലം. അതായത് പാലാരിവട്ടം പാലവുമായി അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അത് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തു. ആ പാലം പുതുക്കിപ്പണിയുന്നതിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ അതീവ ഗുരുതരമായ ആരോപണം ഉയരുകയും ആ ആരോപണത്തിന് മേൽ വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാവുകയും അങ്ങനെ കഴിഞ്ഞ 2 തവണ അടുപ്പിച്ച് MLA ആയ VK ഇബ്രാഹിം കുഞ്ഞ് വലിയ പരാജയത്തിലേക്ക് പോകാൻ ഇടയാക്കിയ ഒരു മണ്ഡലം കൂടിയാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. പക്ഷേ കളമശ്ശേരിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇടതുപക്ഷ തൊഴിലാളി സംഘടനകൾക്ക് വലിയ രീതിയിൽ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് കളമശ്ശേരി. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യാൻ കഴിയാതെ പോയൊരു മണ്ഡലവുമാണ്. പക്ഷേ കഴിഞ്ഞ തവണ പി രാജീവ് വരുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. ഏകദേശം 10% വോട്ട് നേടിയാണ് പി രാജീവ് കഴിഞ്ഞ തവണ അവിടെ വിജയിക്കുന്നത് എന്നുള്ളതാണ്. ഭൂരിപക്ഷം നേടിയാണ് പി രാജീവ് അവിടെ വിജയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ലീഗിൽ തന്നെ ഇബ്രാഹിം കുഞ്ഞിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഇത്തവണയും ലീഗിൽ വലിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു, VA അബ്ദുൽ ഗഫൂർ സ്ഥാനാർത്ഥിയായി വരുന്നു. അതിനെതിരെ പാണക്കാട് തങ്ങന്മാർക്ക് കത്തയക്കുന്നു. അങ്ങനെ ഇപ്പോൾ തന്നെ UDFിൻ്റെ ക്യാമ്പിൽ വിവാദം തുടങ്ങിയിട്ടുള്ള ഒരു മണ്ഡലമാണ് കളമശ്ശേരി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ളതിൽ വലിയ പ്രശ്നമുണ്ടാകാൻ പോകുന്നൊരു മണ്ഡലമാണ്. അതിനിടയ്ക്ക് കളമശ്ശേരി വെച്ച് മാറുമെന്നുള്ള വാർത്തകൾ വന്നു. അതിൽ യാതൊരു സാധ്യതയുമില്ല. കളമശ്ശേരിയിൽ മുസ്ലിം ലീഗ് തന്നെയായിരിക്കും മത്സരിക്കുക. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും അബ്ദുൽ ഗഫൂർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത. അദ്ദേഹം ഇപ്പോൾ അനൗദ്യോഗികമായുള്ള പ്രചാരണങ്ങൾ പോലും ആരംഭിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. കളമശ്ശേരിയിൽ പി രാജീവിനെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ സ്വാഭാവികമായും CPM-നും ആലോചിക്കേണ്ട ആവശ്യം നിലവിലില്ല. അങ്ങനെ വരുമ്പോൾ CPM സ്ഥാനാർത്ഥിയായി പി രാജീവ് വരുന്നു, അബ്ദുൽ ഗഫൂർ തന്നെ വീണ്ടും മത്സരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെയുള്ള ശക്തമായുള്ള ഒരു പോരാട്ടം അവിടെ ഉറപ്പാണ്. പക്ഷേ ഇബ്രാഹിം കുഞ്ഞിന് ആ മണ്ഡലത്തിലുണ്ടായിരുന്ന ഒരു ജനകീയ അടിത്തറ നിലനിർത്താൻ മകന് കഴിയുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മുസ്ലിം ലീഗിലെ ഗ്രൂപ്പ് പോലും പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥ അവിടെ UDFിനെ സംബന്ധിച്ചോളം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ UDF കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരും ഇത്തവണ എന്നാണ് എനിക്ക് തോന്നുന്നത്. പി രാജീവ് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അവിടെ മത്സരരംഗത്തേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള മണ്ണുകൂടിയാണ് കളമശ്ശേരി. വലിയ ശക്തമായ മത്സരം തന്നെ നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് നമുക്ക് നിയമസഭയെ അളക്കാൻ കഴിയുമോ എന്ന് സ്വാഭാവികമായും അതൊരു ചർച്ചയ്ക്ക് വേണ്ട കാര്യമാണ്. പക്ഷേ നിയമസഭയിൽ വലിയ ശക്തമായുള്ള ഒരു മത്സരം തന്നെ നടക്കുമെന്നുള്ള കാര്യമാണ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും ഏകദേശം തീരുമാനമായി എന്ന് തന്നെ നമുക്ക് പറയാം. BJPക്കും വലിയ വേരോട്ടം ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞിട്ടുമില്ല. ലിജോ, ഇക്കാര്യത്തിൽ ഈ സീറ്റിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള തർക്കമുണ്ട്. അത് തുറന്നു പറയുന്ന സാഹചര്യം തന്നെയാണ്. എന്താണെങ്കിലും കോൺഗ്രസ് തന്നെ വരണം, ആ രീതിക്ക് ലീഗിന് എന്താണെങ്കിലും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ചർച്ചകൾ അങ്ങ് പൊതുമണ്ഡലത്തിൽ പരസ്യമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഒടുവിലായി പറഞ്ഞു വെക്കുന്നു, ആര് സ്ഥാനാർത്ഥിയായാലും വിജയിപ്പിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുമെന്നുള്ളതാണ് UDFിൻ്റെ ഒരു ചിത്രം അവിടുത്തേതുള്ളത്. ഈ സീറ്റ് വടംവലി അടക്കം ആ അന്തർധാരയിൽ നടക്കുന്ന രാഷ്ട്രീയ വികാസങ്ങളൊക്കെ ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പരസ്യമായുള്ള പ്രഖ്യാപനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ ആ രീതിയിലുള്ള പ്രശ്നങ്ങളും ആ മുന്നണിക്കകത്തുണ്ട് എന്നുള്ളത് വെളിവാക്കുന്നുണ്ടല്ലോ. അതടക്കമുള്ള കാര്യങ്ങൾ ഏത് രീതിക്ക് UDFിന് തിരിച്ചടിയാകാനാണ് അവിടെ സാധ്യത? സംഗീത, മധ്യ കേരളത്തിൽ അല്ലെങ്കിൽ മലപ്പുറം അല്ല മലബാർ മേഖല കഴിഞ്ഞാൽ ലീഗിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന അല്ലെങ്കിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. ഇബ്രാഹിം കുഞ്ഞ് 2 തവണ മത്സരിക്കുന്നു. 2011-ഉം 2016-ലും വിജയിക്കുന്നു. 2021-ൽ കാലിടറുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് കളമശ്ശേരിയിൽ പി രാജീവ് വരുന്നു. അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് അവിടെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ, പ്രത്യേകിച്ച് UDFിന് വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലം, അവിടെ ടെറൈൻ വീണ്ടും മാറുകയാണ്. നമ്മൾ നേരത്തെ തൃപ്പൂണിത്തറയെക്കുറിച്ചോ വൈപ്പിനെക്കുറിച്ചോ പറഞ്ഞതുപോലെയല്ല, മറ്റൊരു സാമുദായിക ഇക്വേഷനുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷം കുറെ കൂടിയുള്ള മേഖല, ആലുവയെ പോലെ തന്നെ അത്തരം ഉള്ള ഒരു മേഖലയാണ്. അവിടെ തന്നെയാണ് ഈ ഇത്തരത്തിൽ ഈ മണ്ഡലം വെച്ചു മാറണം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമായി അവിടെ ഉന്നയിക്കുന്ന ഒരു കാരണം മുഹമ്മദ് ഷിയാസ്, DCC പ്രസിഡന്റിൻ്റെ തൊട്ട് അടുത്തുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രവർത്തന മേഖല കൂടിയായിരുന്ന ഒരു സ്ഥലമാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഘട്ടത്തിലൊക്കെ അവിടെ വളരെ
മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തരത്തിലുള്ള ജനസ്വാധീനം ഉണ്ടാക്കാൻ ഷിയാസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരുന്നു അത്തരത്തിലൊരു മണ്ഡലം വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചകൾ അവിടെ നടന്നത്. ആസിഫ് പറഞ്ഞതുപോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ അവിടെ വരുന്ന സമയത്ത്, അബ്ദുൽ ഗഫൂർ അവിടെ വരുന്ന സമയത്ത് ആ ഒരു കരിസ്മ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇബ്രാഹിം കുഞ്ഞിനുണ്ടായിരുന്ന അത്രത്തോളം ഒരു ജനസ്വാധീനമോ അടിത്തട്ടിൽ അത്തരത്തിലുള്ള പ്രവർത്തനം നടത്താനോ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കും എന്നതിനെ സംബന്ധിച്ചായിരുന്നു UDF ഈ സ്ഥാനാർത്ഥികളെ മാറുന്ന അല്ലെങ്കിൽ മണ്ഡലം മാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. പക്ഷേ അത് ഏതെങ്കിലും തരത്തിലൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയെന്ന് ഇതുവരെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അതായത് UDFിനുള്ളിൽ അത്തരത്തിലൊരു അസ്വാരസ്യം, അതായത് ഒരു സ്ഥാനാർത്ഥികളെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ മണ്ഡലം മാറ്റിക്കൊണ്ടൊരു ചർച്ചയിലേക്ക് പോകുമ്പോൾ ഒരു അസ്വാരസ്യത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ മുമ്പോട്ട് പോകേണ്ടതുണ്ടോ എന്നൊരു ചർച്ചയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതായാലും ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ തന്നെയായിരിക്കും അവിടെ മത്സരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന മത്സരഫലം എന്നത് LDFിനെ സംബന്ധിച്ച് ഒട്ടും ആശാവഹമായ ഒന്നല്ല. പക്ഷേ അപ്പോഴും മണ്ഡലത്തിൽ MLA എന്ന നിലക്ക് ഒരു ആൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം, പ്രത്യേകിച്ച് വികസന യാത്രയൊക്കെ നടത്തുമ്പോൾ ഏതാണ്ട് 100-ലധികം പദ്ധതികളൊക്കെ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് അത്രത്തോളം വലിയ തരത്തിലുള്ള മാറ്റം അവിടെ കൊണ്ടുവരാൻ P. രാജീവിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് പൂർണ്ണമായും ഹൈക്കോടതി അടക്കം മാറ്റാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു. അവിടെ തന്നെയാണ് ഈ IT മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉള്ളത്. ടെക്കുകൾ ഏറ്റവും കൂടുതലായിട്ടുള്ള, അതായത് കളമശ്ശേരി എന്നത് കൊച്ചിയുടെ അല്ലെങ്കിൽ എറണാകുളം ജില്ലയുടെ മറ്റൊരു വലിയ കേന്ദ്രമായി മാറുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ പദ്ധതി തന്നെ വിഭാവനം ചെയ്യാൻ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ P. രാജീവിന് കഴിഞ്ഞു എന്നുള്ളത് സംശയം ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ P. രാജീവ് എന്നൊരു ശക്തനായ എതിരാളിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരിടുമ്പോൾ സ്വാഭാവികമായും ലീഗിൽ തന്നെ അതിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള ആളുകളുടെ പേരുകൾ അവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ഈ തവണ മത്സരം ഉണ്ടാകുമെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ P. രാജീവിനൊരു മേൽക്കൈ പറയാവുന്ന അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ LDFിന് മേൽക്കൈ പറയാവുന്ന ഒരു മണ്ഡലമായി നിലവിൽ കളമശ്ശേരി നിലനിൽക്കുന്നുണ്ട്. അതായത് ഒരു കരുത്തനായ സ്ഥാനാർത്ഥി, ഒരു ശക്തനായ സ്ഥാനാർത്ഥി തന്നെ എതിരിടാൻ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ആ വ്യക്തിപ്രഭാവത്തെ കളമശ്ശേരിയിൽ മറികടക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഇനി നമുക്ക് പോകാം കൊച്ചിയിലേക്ക്. 2008 മണ്ഡല പുനർനിർണയത്തിൽ രൂപം കൊണ്ട മണ്ഡലമാണ്. ഇവിടെ 2021 ആദ്യ ജയം കോൺഗ്രസിന്റെ ഡൊമിനിക് പ്രസന്റേഷൻ ആയിരുന്നു. 2016 കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന KJ മാക്സിയെ ഇറക്കി CPM കൊച്ചി പിടിച്ചു. 2021 മാക്സി വിജയം ആവർത്തിച്ചു. ടേം വ്യവസ്ഥ നിർബന്ധമാക്കിയില്ലെങ്കിൽ ഒരിക്കൽ കൂടി KJ മാക്സി സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യതയുള്ളത്. എതിർപക്ഷത്ത് കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയം കടുപ്പമാകും എന്നുള്ള റിയാലിറ്റി കൂടി അവിടെയുണ്ട്. പ്രാദേശിക വാദം ഉൾപ്പെടെ കോൺഗ്രസിൽ ഉയർന്നു കേൾക്കുന്നുമുണ്ട്. നമുക്ക് 2021 കണക്കുകൾ പരിശോധിക്കുമ്പോൾ KJ മാക്സിക്ക് അവിടെ ലഭിച്ചത് 54,632 വോട്ടുകളാണ്. 42.45% ടോണി ചെമ്മണിക്ക് ലഭിച്ചത് 40,553 വോട്ടുകൾ, 31.51%. ഷൈനി ആന്റണിക്ക് 2020 സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 19,676 വോട്ടുകൾ, 15.29%. ഭൂരിപക്ഷം ലഭിച്ചത് 14,079 വോട്ടുകളായിരുന്നു. 2024 പോകുമ്പോൾ അവിടെ ഹൈബി ഈഡൻ ലഭിച്ചത് 68,365 വോട്ടുകൾ, 57.54%. KJ ഷൈൻ ടീച്ചർ രണ്ടാം സ്ഥാനത്തെത്തുമ്പോൾ 28,779 വോട്ടുകൾ, 23.63%. മൂന്നാം സ്ഥാനത്ത് KS രാധാകൃഷ്ണൻ എത്തുമ്പോൾ 15,072 വോട്ടുകൾ, 12.68%. ലീഡ് വന്നത് 40,286 എന്നുള്ളതായിരുന്നു കണക്ക്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കൊച്ചി മണ്ഡലത്തിന് കീഴിൽ കോർപ്പറേഷൻ വാർഡുകൾ 21 അതിൽ UDFിനൊപ്പം 9, LDFിന് 7, NDAക്ക് 3, മറ്റുള്ളവർക്ക് 2 എന്നുള്ളതാണ് അവിടുത്തെ കക്ഷിനില വാർഡുകളിലേത് എന്നുള്ളത്. ഇനി നമുക്ക് പോകേണ്ടത് 2 പഞ്ചായത്തുകളുടെ കണക്കിലേക്കാണ്. 2 പഞ്ചായത്തുകളാണ് മണ്ഡലത്തിന് കീഴിലുള്ളത്. 2 പഞ്ചായത്തുകളിലും UDFിന് ഭരണമാണ്. അത് ഏതൊക്കെയാണ് നോക്കുമ്പോൾ കുമ്പളങ്ങി UDFിനൊപ്പം നിൽക്കുന്നു, ചെല്ലാനം UDFിനൊപ്പം നിൽക്കുന്നു. കുമ്പളങ്ങിയിൽ UDFിന് 14, LDFിന് 2, മറ്റുള്ളവർക്ക് 3 എന്നുള്ളതാണ് കക്ഷിനില. 2020 UDFിനൊപ്പം തന്നെയായിരുന്നു. ചെല്ലാനത്തേക്ക് വരുമ്പോൾ UDFിന് തന്നെ അവിടെ കക്ഷിനില, UDFിന് 15, LDFിന് 7 എന്നുള്ളതാണ് അവിടുത്തെ സാഹചര്യം. നമുക്കിനി ആസിഫിലേക്ക് തന്നെ പോകാം. ആസിഫെ, കഴിഞ്ഞ തവണത്തെ ഏകദേശം അതേ സ്ഥാനാർത്ഥി നിർണയമൊക്കെ തന്നെ ആയിരിക്കാം എന്നുള്ളൊരു സാധ്യതകൾ വരുന്നൊരു സാഹചര്യമാണ്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെ മാറിയിട്ടുണ്ട്, വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. തദ്ദേശ ചിത്രത്തിലും കണക്കുകളിലേറെ ആധിപത്യമൊക്കെ ഉണ്ട് താനും. 2024 25 ഒക്കെ കമ്പാരിസൺ ചെയ്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് ആസിഫെ തോന്നുന്നത് അവിടുത്തെ കാര്യങ്ങൾ?
ശരിക്കും പഴയ മട്ടാഞ്ചേരി മണ്ഡലമാണ്, ലീഗിൻ്റെ കുത്തകയായിരുന്നൊരു മണ്ഡലമാണ് പിന്നീട് സ്വാഭാവികമായും കൊച്ചിയായി മാറുന്നത്. അങ്ങനെ കൊച്ചിയായി മാറിക്കഴിഞ്ഞുള്ള ആദ്യ തെരഞ്ഞെടുപ്പിലും അവിടെ UDF തന്നെ മികച്ച വിജയം നേടുന്നു. അതുപോലെ തന്നെ സാമുദായിക സമവാക്യത്തിന് വലിയ രീതിയിൽ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ്. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് വലിയ വേരോട്ടമുള്ള ഒരു മണ്ഡലമെന്ന് നമുക്ക് പറയാൻ. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അക്കാര്യങ്ങളെല്ലാം സജീവ ചർച്ചയാകുന്നൊരു മണ്ഡലം കൂടിയാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാക്സി അവിടെ MLA ആയി വരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 തവണ അടുപ്പിച്ച് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാക്സിയുടെ ജനകീയത തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെ LDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് മാക്സിയുടെ ജനകീയത തന്നെയാണ്. എൻ്റെ വൈഫിൻ്റെ വീടൊക്കെ ഇരിക്കുന്നൊരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് അറിയാം, അവിടെ പോകുന്ന സമയത്ത് മാക്സിയോട് അവിടുത്തെ ആളുകൾക്കുള്ള ഒരു വലിയ രീതിയിലുള്ള ജനകീയതയുണ്ട്. ഏത് സമയത്തും കയറി ചെന്ന് കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരാൾ MLA ആയി അവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച ടോണി ചമ്മണി തന്നെയായിരിക്കും ഇത്തവണയും അവിടെ മത്സരരംഗത്തേക്ക് വരാനുള്ള ഒരു സാധ്യത. കഴിഞ്ഞ തവണത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായുള്ള പോരാട്ടമായിരുന്നു. അതിൽ UDFന് ഏറ്റവും വലിയ തിരിച്ചടിയായത് 2020 മത്സരമാണ് എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിൽ എടുത്തു പറയാനുള്ളത്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 19,000-ലധികം വോട്ടുകൾ നേടി 3-ാം സ്ഥാനത്താണ് അവിടെ 2020 സ്ഥാനാർത്ഥി വന്നത്. കാരണം UDFൻ്റെ വോട്ട് ബാങ്കിൽ അത് വലിയ രീതിയിൽ ചോർച്ചയുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതും LDFന് ഗുണം ചെയ്തു. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള വിമത പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ UDFന് അനുകൂലമായി വരേണ്ട വോട്ടുകൾ അത് വിഘടിച്ചു പോകാതിരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമം UDFൻ്റെ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും അവർ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിശക്തമായുള്ള മത്സരം കഴിഞ്ഞ തവണത്തെ പോലെ ഒരു 2020 അല്ലെങ്കിൽ അതിന് മുമ്പത്തെ തവണത്തെ പോലെ ഒരു വിമത സ്ഥാനാർത്ഥിയോ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇത്തവണ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ 2 തവണയും UDFൻ്റെ ക്യാമ്പിന് തിരിച്ചടിയായത് ഇത്തരത്തിലുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ കൂടിയായിരുന്നു. അതായത് BJPക്ക് അല്ലാതെ മറ്റ് സ്ഥാനാർത്ഥികൾ കൂടി വരുന്നു. അത് ഒരു തവണ UDF വിമതരായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ അത് 2020 ആയിരുന്നു. ആ രീതിയിൽ UDFൻ്റെ ക്യാമ്പിന് ലഭിക്കാവുന്ന വലിയ വോട്ടിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ കരുതുന്നത്. ചെല്ലാനത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചത് LDF വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ ആയുധമാക്കുന്നുണ്ട്. പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് അവർക്ക് ഗുണം ചെയ്തു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞ് തന്നെയാണ് കൊച്ചിയിൽ LDF വോട്ട് തേടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആളുകൾ വലിയ രീതിയിൽ ദുരവസ്ഥയിൽ കഴിയുന്ന പ്രദേശങ്ങൾ അവിടെയെല്ലാം അത് പൊളിച്ചു മാറ്റിക്കൊണ്ട് അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കാൻ കഴിഞ്ഞ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ LDF പ്രധാനമായും ഉയർത്തി കാണിക്കുന്നുണ്ട്. പക്ഷേ ശക്തമായുള്ളൊരു മത്സരം ഇത്തവണ ഉണ്ടാകും. അത് വിമത പ്രശ്നങ്ങളെ അടക്കം ഒഴിവാക്കാൻ UDFൻ്റെ ക്യാമ്പിനുണ്ടായാൽ, അത് ടോണി ചമ്മണി തന്നെ സ്ഥാനാർത്ഥിയായി വന്നാൽ മെച്ചപ്പെട്ടൊരു പോരാട്ടം ഉണ്ടാകും. 2 ടേം വ്യവസ്ഥ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കടുംപിടുത്തമില്ലെങ്കിൽ മാക്സി തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ വരാനുള്ള ഒരു സാധ്യതയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിലവിൽ അവിടെ LDFനും മുന്നോട്ട് വെക്കാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലിജോ, ഈ ചെല്ലാനത്തെ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതടക്കം ഉയർത്തി കാട്ടിക്കൊണ്ട്, അത് മാത്രമല്ല അതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്രയധികം ഫലം കണ്ടിട്ടില്ല LDFന് എന്നുള്ളത് ഇപ്പോൾ ആസിഫ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അത് ഏത് രീതിയിൽ ഇനി അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? ഈ UDFന് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട്, അതുകൊണ്ട് മാത്രം അവിടെ ജയിച്ചു കയറാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ടോ അവിടെ? തീർച്ചയായും അങ്ങനെ ഒരു പ്രതീക്ഷയായി UDFന് മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭയിലേക്ക് വരുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ, MLAയുടെ പ്രവർത്തനമൊക്കെ സ്വാഭാവികമായും അവിടെ വലിയ തോതിൽ ചർച്ചയാവുന്നൊരു സ്ഥലമാണ്. നേരത്തെ ആസിഫ് പറഞ്ഞ പോലെ തന്നെ ടെട്രാപോഡ്, അത് ചെല്ലാനത്ത് നമ്മൾ നേരത്തെയൊക്കെ 2016, 17, 18 റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചെല്ലാനത്ത് ആളുകൾക്ക് വീടുകളിൽ, അതായത് കടലേറ്റം ഉണ്ടാകുന്ന സമയത്ത് വീടുകളിൽ തങ്ങാൻ കഴിയാത്ത സാഹചര്യം. എല്ലാവരും പ്രത്യേകിച്ച് ലത്തീൻ മേഖലയാണ്, അവിടെ കൂടുതൽ ലത്തീൻ മതവിശ്വാസികൾ, ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതലുള്ള സ്ഥലമാണ്. അവരൊക്കെ കൂട്ടത്തോടെ പള്ളികളിൽ പോയി താമസിക്കേണ്ട അവസ്ഥ, അവിടെ സ്ത്രീകൾക്ക് ടോയ്ലറ്റിൽ പോലും പോകാൻ കഴിയാത്ത സാഹചര്യം. അങ്ങനെ അതിഭീകരമായ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ ടെട്രാപോഡ് പോലെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് അവിടെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ തോതിൽ അവിടെ ചർച്ചയാണ്. മറ്റൊന്ന്, അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നിർമ്മിച്ചിട്ടുള്ള ഫ്ലാറ്റുകളിലേക്ക് പ്രത്യേകിച്ച് മട്ടാഞ്ചേരി മേഖലയിലുള്ള ആളുകൾക്ക് താമസം മാറാൻ കഴിയുന്നൊരു സാഹചര്യം, അതും വലിയ തോതിൽ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. അവിടെയുള്ളൊരു ഈ സാമുദായിക
ഇക്വേഷനിൽ അവിടെ ഒരു മുസ്ലിം ലത്തീൻ കോംബോ ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ KJ മാക്സിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അവിടെ വലിയ ജനസ്വാധീനമുണ്ട്. അപ്പോൾ UDF ആരെ സ്ഥാനാർത്ഥിയായി നിർത്തും എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ടോണി ചെമ്മണി, അതോടെ ഡൊമിനിക് പ്രസന്റേഷൻ്റെയും പേരുകൾ അവിടെ വളരെ സജീവമാണ്. അവിടെ കൊച്ചി മണ്ഡലത്തിൽ മറ്റൊരാളുടെ പേര് മുഹമ്മദ് ഷിയാസ്, അതായത് കളമശ്ശേരിയിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ലേ മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ മത്സരിക്കാനുള്ള സാധ്യത അത്തരത്തിലൊരു സൂചന ലിസ്റ്റിലുള്ള പേരുകളിൽ ഒന്നാണ്. അതിൽ തന്നെ ഹൈബി ഈഡൻ, അതായത് മുഹമ്മദ് ഷിയാസിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ എറണാകുളത്തിൻ്റെ MP കൂടിയായിട്ടുള്ള ഹൈബി ഈഡൻ്റെ അടക്കം പിന്തുണ അവിടെ ഷിയാസിനുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അവിടെ ആ കോംബോ, അതായത് ഈ മേഖലയെ കുറേ കൂടി വോട്ടുകൾ സമാഹരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഒരു ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള നേതാവ് കൂടിയാണ് ഷിയാസ്. അങ്ങനെ വന്നാൽ അവിടെ മത്സരം കുറേ കൂടി കടുക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വെച്ച് നോക്കുന്ന അല്ലെങ്കിൽ ആ റിസൾട്ട് ഒരിക്കലും LDFന് ആശാവഹമല്ല. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരിക്കും യഥാർത്ഥത്തിൽ LDF കൊച്ചിയിൽ അവിടെ 2 തവണയായി കയ്യിലുള്ള ഒരു സീറ്റ് കളയാതിരിക്കാൻ അവർ പയറ്റുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. അപ്പോൾ കൊച്ചിയിലും പോരാട്ടം മുറുകുമെന്ന് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇനി നമുക്ക് പോകാം എറണാകുളത്തേക്ക്. കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ് എറണാകുളം. 1957 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ 87-ലും 98-ലും ഇടത് സ്വതന്ത്രം വിജയിച്ചതൊഴിച്ചാൽ എക്കാലവും കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലമാണ്. എങ്കിലും ജില്ലയിൽ CPM പ്രതീക്ഷ വെക്കുന്ന മണ്ഡലം കൂടിയാണ് എറണാകുളം. 2016-ൽ ഹൈബി ഈഡനെതിരെ മുൻ മേയർ M അനിൽകുമാർ മികച്ച പോരാട്ടം കാഴ്ചവെച്ചിരുന്നു. ഈ സമീപകാല ചരിത്രമാണ് അന്ന് പൊരുതാനുള്ളൊരു മനസ്സ് CPMന് നൽകുന്നത്. നമുക്ക് 2021 കണക്കുകൾ പരിശോധിക്കുമ്പോൾ TJ വിനോദ് ജയിച്ചു കയറുമ്പോൾ 45,930 വോട്ടുകളാണ് ലഭിച്ചത്. 41.72% ഷാജി ജോർജിന് ലഭിച്ചത് 34,960 വോട്ടുകൾ, 31.75%. പത്മജ S മേനോന് 16,043 വോട്ടുകൾ. അവിടെ ഭൂരിപക്ഷമായി വന്നത് 10,970 എന്നുള്ളതായിരുന്നു. ഇനി നമുക്ക് 2024 കണക്കിലേക്ക് പോകുമ്പോൾ ഹൈബി ഈഡന് ലഭിച്ചത് 57,962 വോട്ടുകൾ, അതായത് 56.25%. KJ ഷൈൻ ടീച്ചർക്ക് 20,893 വോട്ടുകൾ, 20.27%. KS രാധാകൃഷ്ണന് 12,320 വോട്ടുകൾ, 17.78%. ലീഡ് വന്നത് 37,069 വോട്ടുകൾ എന്നുള്ളതായിരുന്നു. 2025 കണക്കിലേക്ക് വരുമ്പോൾ കോർപ്പറേഷൻ വാർഡുകൾ അവിടെ 23 എണ്ണമാണുള്ളത്. UDFന് 15, LDFന് 4, NDക്ക് 3, മറ്റുള്ളവർക്ക് 1 എന്നുള്ളതാണ് കോർപ്പറേഷൻ വാർഡിലെ കക്ഷിനില എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോകാം 2025 തന്നെ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ചേരാനെല്ലൂർ പഞ്ചായത്ത് UDFനൊപ്പം നിൽക്കുന്നു. അവിടുത്തെ കക്ഷിനില UDFന് 12, LDFന് 1, NDക്ക് 3, മറ്റുള്ളവർക്ക് 4 എന്നുള്ളതാണ്. 2020-ലും അത് UDFനൊപ്പം തന്നെയായിരുന്നു ചേരാനെല്ലൂർ പഞ്ചായത്ത് എന്നുള്ളതാണ്. ആസിഫെ, ഈ പരമ്പരാഗതമായ ഒരു കോൺഗ്രസ് സീറ്റായിട്ട് കൽപ്പിക്കപ്പെടുന്നുള്ളതാണ്. ഇത്തവണയും അവിടെ സേഫ് പ്ലേസ് തന്നെയാണോ കോൺഗ്രസിന് കാര്യങ്ങൾ? ഒരുപക്ഷെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ. കാരണം മണ്ഡലം രൂപീകൃതമായതിനു ശേഷം കോൺഗ്രസിൻ്റെ കൃത്യമായ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് അത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും നമുക്കത് എടുത്തു കാണാൻ കഴിയും അവിടെയുള്ള കോൺഗ്രസിൻ്റെ ഒരു ആധിപത്യം. കഴിഞ്ഞ തവണ TJ വിനോദ് മത്സരരംഗത്തേക്ക് വരുമ്പോഴും ആ ഒരു ഭൂരിപക്ഷം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. LDFന് എന്തെങ്കിലും ഒരു മെച്ചമുണ്ടാക്കാൻ കഴിഞ്ഞത് നമുക്കറിയാം ഇടക്കാലത്ത് വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അപ്പോഴും TJ വിനോദ് വിജയിച്ച് കയറുന്നു. അതിനുശേഷം മത്സരരംഗത്തേക്ക് വരുമ്പോൾ മികച്ച ഭൂരിപക്ഷം തന്നെ നിലനിർത്താൻ TJ വിനോദിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായിക്കോട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമായിക്കോട്ടെ, എപ്പോഴും UDFന് അനുകൂലമായി നിൽക്കുന്ന ഒരു മണ്ഡലമായി തന്നെ നമുക്ക് എറണാകുളത്തെ കാണാൻ കഴിയുകയുള്ളൂ. KV തോമസ് വിജയിച്ചു വന്ന മണ്ഡലം, പിന്നീട് ഹൈബി ഈഡൻ വിജയിച്ചു വന്ന മണ്ഡലം, പിന്നീട് പിൻഗാമിയായി TJ വിനോദ് വരുന്ന മണ്ഡലം. അങ്ങനെ സാമുദായിക സമവാക്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് UDF അവിടെ സ്ഥാനാർത്ഥി നിർത്താറുള്ളത്. അങ്ങനെ ഒരു പരിഗണന വന്നില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു UDFന് വലിയ മെച്ചമുണ്ടാക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയാണ് അത് എന്നുള്ളതാണ്. കാരണം UDFന് കൃത്യമായ ബേസ് ഉള്ളൊരു മണ്ഡലമാണ് എറണാകുളം എന്ന് പറയുന്നത്. മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടുള്ളൊരു പോരാട്ടത്തിൽ തന്നെയായിരിക്കും LDF അവിടെ ശക്തമായി രംഗത്തിറങ്ങുക. BJPയും അവരുടെ വോട്ട് ഷെയർ ചെറിയ തോതിലെങ്കിലും വർദ്ധിപ്പിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് എന്നുള്ളതും നമുക്ക് എറണാകുളത്തെ സംബന്ധിച്ച് പറയാം. അതിൻ്റെ ഇടക്കാലത്തൊരു ചർച്ച നടന്നിരുന്നു. ആദ്യം അവിടെ ആ മണ്ഡലത്തിൽ ഇന്ന് മത്സരിച്ച് വിജയിച്ചു വന്ന KV തോമസിനെ ഇത്തവണ LDF സ്ഥാനാർത്ഥിയാക്കിയാലോ എന്നുള്ള ചർച്ചകളൊക്കെ ആക്കുമോ എന്നുള്ള ചർച്ചകളൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ അത്തരത്തിലൊരു മത്സരരംഗത്തേക്കില്ല എന്ന് പരസ്യമായി നിഷേധിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതൊരുപക്ഷെ ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പോരാട്ടത്തിനില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ വരുന്നത്.
പക്ഷേ ശരി, ആസിഫ, ലിജോ എങ്ങനെയായിരിക്കും ലിജോയുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? അവിടുത്തെ LDF കളം മുറുക്കുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും, എങ്ങനെയാണ് അവരുടെ LDFന്റെ പ്രതീക്ഷകൾ അവിടുത്തേത്? വളരെ കൃത്യമായി പറഞ്ഞാൽ എറണാകുളം അല്ലെങ്കിൽ എറണാകുളം ജില്ല UDFൻ്റേതാണെന്ന് പറയുന്നത് എറണാകുളം മണ്ഡലം അത് UDFൻ്റേതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. ഹൈബി ഈഡനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഹോം ടർഫാണ്, അദ്ദേഹത്തിന് അത്രയും സ്വാധീനമുള്ള സ്ഥലമാണ്. അതിനുശേഷം വന്ന ആളുകൾ, അത് നേരത്തെ ആസിഫ് പറഞ്ഞതുപോലെ തന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഹൈബി ഈഡൻ മത്സരിച്ച് വിജയിച്ചപ്പോഴുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലാണ് TJ വിനോദ് ആദ്യമായി MLA ആവുന്നത്. ആ സമയത്ത് ഏതാണ്ട് 3000-ന് മുകളിൽ മാത്രം. അപ്പോൾ ആ ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ച് ഇത്രയും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ LDF നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ അപ്പോഴേക്ക് അത് ഏതാണ്ട് 40,000-ന് മുകളിലേക്ക് അവിടുത്തെ ഭൂരിപക്ഷം TJ വിനോദ് ഉയർത്തുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വാധീന മേഖലയാണ് UDFനെ സംബന്ധിച്ച്. അവിടെ LDFനെ ആരെ സ്ഥാനാർത്ഥിയാക്കണം, അതായത് കേരളത്തിൽ CPMനെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ വളരെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന മണ്ഡലങ്ങളിൽ, ചുരുങ്ങിയ മണ്ഡലങ്ങളിലുള്ള ആ മണ്ഡലങ്ങളിലൊന്ന് സ്വാഭാവികമായി എറണാകുളമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലത്തീൻ സഭയുടെ വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്, നഗരമേഖലയാണ്. അവിടെ BJP ഓരോ കാലത്തും അതിനനുസരിച്ച് അവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടിക്കൊണ്ടുവരിക, അവരെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ സാന്നിധ്യം കൂട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവരെപ്പോഴും ഒരു ഫൈറ്റ് എന്ന നിലയിലേക്ക് വരാനില്ലെങ്കിൽ പോലും അവർ പിടിക്കുന്ന വോട്ടുകൾ കൂടി ഈ നഗരമേഖലകളിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ UDFനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുള്ള TJ വിനോദ് തന്നെ അടുത്ത തവണയും മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ടാണ് എനിക്ക് എറണാകുളത്തെ കാണാൻ കഴിയുന്നത്. അവിടെ ആരായിരിക്കും സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെത് വരിക, അപ്പോൾ അതിനനുസരിച്ച് അവിടെ മത്സരത്തിൽ കുറെ കൂടി മുറുക്കമുണ്ടാകുമെന്നതിനപ്പുറത്തേക്ക് മത്സര ഫലത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് തോന്നാൻ കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുമെന്നില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശരി, അപ്പോൾ അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുന്നത്. ഇനി നമുക്ക് അതിവേഗം പോകുന്നത് കോതമംഗലത്തേക്കാണ്. 1967 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലമാണ് കോതമംഗലം. എന്നാൽ കഴിഞ്ഞ 2 തവണയായി ജയം ഇടത് മുന്നണിക്കാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് കോതമംഗലം ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ആവശ്യമുന്നയിച്ചിരുന്നു. 2021 പോകാം അതിവേഗം. 2021 ആന്റണി ജോൺ ജയിച്ചു കയറുമ്പോൾ 64,234 വോട്ടുകൾ നേടിയിരിക്കുന്നു. 46.99% ഷിബു തെക്കുംപുറം 2ാം സ്ഥാനത്തെത്തുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. 57,629 വോട്ടുകൾ, 42.16%. ജോ ജോസഫ് 3ാം സ്ഥാനത്തെത്തുന്നു. 2020 സ്ഥാനാർത്ഥി 7,978 വോട്ടുകൾ നേടുന്നു. 5.84% കണക്ക്. ഭൂരിപക്ഷം 6,605 വോട്ടുകളുടേതാണ്. ഇനി നമുക്ക് 2024 ചിത്രം കൂടി നോക്കുമ്പോൾ ഡീൻ കുര്യാക്കോസിന് അവിടെ ലഭിച്ചത് 63,391, 52.8%. ജോയിസ് ജോർജിന് 42,910 വോട്ടുകൾ, 35.74%. സംഗീത വിശ്വനാഥന് 11,497 വോട്ടുകൾ, 9.57%. ലീഡ് 20,481 എന്നുള്ളതായിരുന്നു കണക്ക്. ഇനി പോകുന്നത് അവിടുത്തെ തദ്ദേശ ചിത്രത്തിലേക്കാണ്. കോതമംഗലം മുനിസിപ്പാലിറ്റി UDFനൊപ്പം നിൽക്കുന്നു. 2020 LDFനൊപ്പമായിരുന്നു, UDFനൊപ്പമാണ് ഇത്തവണ നിൽക്കുന്നത്. ഇനി പഞ്ചായത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ UDFനൊപ്പം 8 എണ്ണം ഉണ്ട്. LDFന് അവിടെ ഒന്നുപോലും ലഭിച്ചിട്ടില്ല. പഞ്ചായത്തുകളുടെ ചിത്രത്തിൽ ഏതൊക്കെയാണ് പഞ്ചായത്തുകൾ നോക്കാം. UDF ഭരണമുള്ള പഞ്ചായത്തുകൾ കവളങ്ങാട്, കീരംപാറ, കോട്ടപ്പടി, കുട്ടമ്പുഴ, നെല്ലിക്കുഴി, പല്ലാരിമംഗലം, പിണ്ടിമന, വാരപ്പെട്ടി എന്നീ പഞ്ചായത്തുകളാണ് അവിടെ UDFനൊപ്പം നിൽക്കുന്നത്. അതായത് 1967, 2016, 2021 എന്നീ വർഷങ്ങളാണ് അവിടെ CPMന്റെ സ്ഥാനാർത്ഥികൾ അവിടെ വിജയിച്ചു വന്നിട്ടുള്ളത്. ഈ കണക്കുകളിലൊക്കെ കാണുന്നത് UDFനൊരു വ്യക്തമായിട്ടുള്ളൊരു ആധിപത്യം തന്നെയാണ്. ഒരു കാലാകാലങ്ങളായിട്ട് കോതമംഗലം അങ്ങനെ UDFനൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു പ്രതീതിയുണ്ട്. പക്ഷേ അതിനൊക്കെ മാറ്റിയ ചരിത്രമാണ് നമ്മൾ ഇപ്പോൾ പരിശോധിച്ച് വന്നത്. ഇത്തവണ എങ്ങനെ വരുമെന്ന് നോക്കാം. ആസിഫെ, ഇത്തവണ എങ്ങനെ വരാനാണ് സാധ്യത? അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് ചോദിക്കേണ്ട കാര്യം, ഈ വന്യജീവി ആക്രമണം പോലെയുള്ള ഘട്ടങ്ങൾ നമ്മൾ എന്നും വാർത്തകളിൽ കാണുന്ന പ്രശ്നങ്ങൾ അതിജീവിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോതമംഗലം എന്നുള്ളത്. അങ്ങനെയുള്ള ജനകീയ പ്രശ്നങ്ങൾ അടക്കം ചർച്ച ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെ മാറും കോതമംഗലത്തെ കാര്യങ്ങൾ? ഒരു പരിധിവരെ കേരള കോൺഗ്രസിനും വലിയ വേരോട്ടമുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് കോതമംഗലം എന്ന് പറയുന്നത്. പക്ഷേ ആന്റണി ജോൺ മത്സരരംഗത്തേക്ക് വന്നപ്പോൾ രണ്ട് തവണയായി വ്യക്തമായ കൂടി തന്നെ വിജയിച്ചു വരാൻ കഴിഞ്ഞൊരു മണ്ഡലമാണ്. പക്ഷേ ആ മണ്ഡലം
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ കൊല്ലവും നമുക്കറിയാം ഒരാൾ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം നിലനിൽക്കുന്ന ഒരു മണ്ഡലം ആണ് എന്നുള്ള രീതിയിൽ ആളുകൾ അത് വലിയ വൈകാരികമായി കാണുന്ന ഒരു മണ്ഡലമാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പൂർണ്ണമായും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. പക്ഷേ വലിയൊരു ശ്രമം പല പ്രദേശങ്ങളിലും ഫെൻസിങ്ങുകൾ, വലിയ കുഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കിടങ്ങുകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം വികസന പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ അതായിരിക്കും പ്രധാനമായും ആ മലയോര ജനത അവർക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും അവർ അളക്കാൻ സാധ്യതയുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത്. സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ UDF-ന് പലയിടത്തും മേൽക്കൈ ഉണ്ടായ ഒരു മണ്ഡലമാണ് എന്നുകൂടി നമ്മൾ നോക്കി കാണേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ ആന്റണി ജോണിന് ടേം വ്യവസ്ഥ ബാധകമായില്ലെങ്കിൽ ആന്റണി ജോൺ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വരും. അത് സഭാ നേതൃത്വവുമായി അടക്കം ആന്റണി ജോണിനുള്ള ബന്ധം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം ഉറപ്പിച്ചു വരാം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് അവിടെ മത്സരിക്കുന്നത്. ഷിബു തെക്കുമോർ തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവില്ല എന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും കോതമംഗലത്തിൻ്റെ കാര്യത്തിൽ. ശരി, എന്താണെങ്കിലും വളരെയധികം നന്ദി ഇരുവർക്കും. ഈ ആദ്യ ദിവസം എറണാകുളം ജില്ലയുടെ ആദ്യ ദിവസം നമുക്കൊപ്പം ചേർന്നതിന്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കണക്കുകളിലുള്ള ആത്മവിശ്വാസം ഒരിടത്ത്, ജനപ്രതിനിധികളുടെ മികവ് മറ്റൊരിടത്ത്, ഇതിനൊക്കെ പുറമെ അട്ടിമറി സാധ്യതകളും അങ്ങനെ നിൽക്കുകയാണ്. നോക്കാം കലങ്ങി മറിയുന്ന എറണാകുളത്തെ മത്സരചിത്രം എങ്ങനെയാകുമെന്ന്. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ബാക്കി 7 മണ്ഡലങ്ങളിലൂടെയുള്ള നേർചിത്രവുമായി നാളെ കണ്ടുമുട്ടാം.